ഹായ് ഫ്രണ്ട്സ്, വീണാസ് വേൾഡിലേക്ക് എവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിങ്ങളൊരു വീഡിയോ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതെന്തുവാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ? സംഭവം എന്ന് പറയുമ്പോഴത്തേക്ക് വേറൊന്നുമല്ല, 51 ദിവസം കഴിഞ്ഞിട്ടാണ് ബോട്ടുകാർ പണിക്ക് പോകാൻ വേണ്ടി റെഡിയാകുന്നത്. കണ്ടാ, അതിനു വേണ്ടി അവർ ഐസ് എല്ലാം നിറയ്ക്കുകയാണ്. ഐസും കയറ്റി എണ്ണ അടിച്ചു ബോട്ടിൻ്റെ മെയിൻ്റനൻസ് പണികളൊക്കെ തീർത്തിട്ട് വേണം അവർക്ക് കടലിൽ പണിക്ക് പോകാൻ. അപ്പോൾ അങ്ങനെ ജൂലൈ 31 മുമ്പ് തന്നെ ഇവർ ഈ പണികളെല്ലാം ചെയ്തു മാറ്റും. അങ്ങനെ ചെയ്യുന്ന കുറേ ഭാഗങ്ങളാണ് ഇപ്പോൾ ആദ്യം നമ്മൾ കാണുന്നത്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്, ഇവർ കടലിൽ പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ. അതും കൂടെ നമുക്ക് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളിത് ചെയ്യുന്നത്. അങ്ങനെ എന്തുപോലെ ഐസ് കയറ്റി, ഐസ് കയറ്റി ഈ ഐസ് സ്റ്റോറേജാണ് കാണുന്നത്. ഈ സ്റ്റോറേജിൻ്റെ അകത്ത് ഇതെല്ലാം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർ. എന്ത് പ്രതീക്ഷയോടെയാണെന്നറിയാമോ ഇത്രയും ചെയ്യുന്നത് ഇവർ? 400 ബ്ലോക്ക് ഐസ് മേളിൽ, ഒരു 400 ബ്ലോക്ക് തൊട്ട് 200, 400 അങ്ങനെയുള്ള രീതിയിലാണ് ഒരു ബോട്ടിൽ ഐസ് കയറ്റുന്നത്. ഐസ് പൊടിച്ചാണ് കയറ്റുന്നത്. അപ്പോൾ അത്രയും സാധനങ്ങളൊക്കെ വളരെ സന്തോഷപരമായിട്ട് കയറ്റി കഴിഞ്ഞിട്ട് പോലും അത്രയും പൈസയൊക്കെ മുതലാളിമാർ ചിലവാക്കുന്നുമുണ്ട്. എന്നിട്ട് പോലും കടലിൽ പണിക്ക് പോകാൻ പറ്റിയില്ല. അതാണ് നമുക്ക് വിഷമമായ ഒരു പ്രശ്നം. അതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരമായിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവം എന്നുള്ളത് നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. നമുക്ക് കാരണം എന്തുവെന്ന് കണ്ടു നോക്കാം. വാ, കണ്ട, ഇത് തന്നെ പ്രശ്നം. പ്രകൃതി രൂക്ഷമായ ശേഷം കടൽ ഇളകി. കടൽ വെറുതെ ഇളകി എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. കടൽ അടി തൊട്ടിളകി എന്ന് പറയുമ്പോൾ ഈ കടൽ കണ്ട, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് അറിയത്തില്ല, എന്നാലും ഞാൻ പറഞ്ഞു തരാം എന്താ സംഭവം എന്ന്. ഈ കടലിൻ്റെ കളർ കണ്ട എന്ന് പറയുമ്പോൾ കടലിൻ്റെ അടിത്തട്ടിലെ മണ്ണ്, ചെളി മണ്ണ് സഹിതം കടൽ ഇളക്കി കൊണ്ടുവരികയാണ്. അത്രയ്ക്കും രൂക്ഷമായി കിടക്കുകയാണ് കടലിൻ്റെ രൂപം. ഇപ്പം നമ്മൾ നിൽക്കുന്നത് അഴീക്കെ പുലിമുട്ടിലാണ്. അഴീക്കെ അഴിമുഖത്തിൻ്റെ ഒരു പുലിമുട്ടിൽ നിന്നിട്ടുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. കണ്ട, കടലിൻ്റെ ആ ശക്തി കണ്ട. ഇതിൽ ഈ സമയത്ത് കടൽ ഒരു പണിക്കാർക്കും പോകാൻ പറ്റത്തില്ല. വള്ളക്കാർക്കും പറ്റത്തില്ല, ബോട്ടുകാർക്ക് പറ്റത്തില്ല, വേറുള്ള ഒരു പണിക്കാർക്കും പറ്റത്തില്ല. പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് കടലെടുത്ത് മറിക്കുമെന്നുള്ളതാണ്. അങ്ങനെ അപകടങ്ങൾ പറ്റും. അത് കാരണം ഈ കോസ്റ്റൽ പോലീസുകാർ നമ്മളെ കടലിൽ പണിക്ക് വിടത്തില്ല. ഇതാണ് സംഭവം. കണ്ട, ഇവരെല്ലാവരും ഈ 31 ആയപ്പോഴത്തേക്ക് കടലിൽ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയായിരുന്നു. എന്നിട്ടിപ്പോൾ 2-ാം തീയതിയായി, എന്നിട്ട് പോലും പോകാൻ പറ്റാതെ ഹാർബറിലെല്ലാം കെട്ടിയിട്ടിരിക്കുകയാണ്. ഹാർബറിൻ്റെ അവസ്ഥ ഉണ്ടോ? ഹാർബറിൽ ഒരു തരി മീനില്ല, ഒരാൾക്കാരുമില്ല, ഒരു തൊഴിലാളിയുമില്ല. ഒന്ന് ആലോചിക്കണം. മത്സ്യബന്ധനത്തിൽ മത്സ്യം പിടിക്കാൻ ബോട്ടുകാർക്കായ മത്സ്യത്തൊഴിലാളിക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രതിഘാതമാണ് നമ്മളിപ്പോൾ കാണുന്നത്. എത്രയോ എത്രയോ കുടുംബക്കാർ ഇങ്ങനെ പണിയില്ലാതെ എത്തുന്നുണ്ട്. 51 ദിവസം ഇവർക്ക് പണിക്ക് പോകാൻ പറ്റാതെ നടന്നതാണ്. അതിനുശേഷം പ്രതീക്ഷയോടെ പണിക്ക് പോകാൻ വന്നതാണ് ഇവർ. പോകാൻ പറ്റിയില്ല. എന്നാൽ പോലും ഈ 2 ദിവസമായിട്ടും ബോട്ടിൽ ഓരോരോ പണികളും ചെയ്ത് ഇവിടെ തന്നെ ഈ തൊഴിലാളികൾ കഴിച്ചു കൂടുകയാണ്. ഈ ബോട്ടിനകത്ത് തന്നെ തൊഴിലാളികൾ കഴിഞ്ഞു കൂടുകയാണ്. കണ്ടാ, ഇത് മാത്രമല്ല, ഇനിയും ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മളിപ്പോൾ ഒരു ഭാഗം മാത്രമേ കണ്ടത്. വേറെ കുറേ സ്ഥലത്ത് കിടക്കുന്നുണ്ട് ആ ബോട്ട്. ഒരു ബോട്ടിൽ 11 തൊഴിലാളികളോളം പണിക്ക് പോകുന്നുണ്ട്. അങ്ങനെ കണക്കൂട്ടുമ്പോഴത്തേക്ക് എത്രയോ ബോട്ടുകാരുണ്ട്, എത്രയോ കുടുംബക്കാരുണ്ട് നല്ല പട്ടിണിയിലായിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ള ജോലികൾ പോലെയല്ല, പ്രകൃതിപരമായിട്ട് എന്തെങ്കിലും പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ കടൽ തൊഴിലാളികളുടെ അവസ്ഥ ഇതാണ്. മത്സ്യം പിടിക്കാൻ പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ അവസ്ഥ ഇതാണ്. ഇത് വേറൊരു ഭാഗത്ത് കുറേ ബോട്ട് കിടക്കുന്നതാണ്. ഓക്കെ, ശരി, മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം.